ഇക്കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂരിനെ സംബന്ധിച്ച് വളരെയേറെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഭീകര ആക്രമണം പൊടുന്നനവെ ഉണ്ടായതാണെങ്കിലും അതിനെ ശക്തിയായി പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്ന അവകാശവാദവും ഒരളവ് വരെ അത് സാധിച്ചു എന്ന യാഥാർത്ഥ്യവുമാണ് ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഭീകരന്മാരെ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ കടത്തി യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയോ ഇല്ലാതിരുന്ന ഒരു സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഭയമോ ഇല്ലാതിരുന്ന ഒരു സന്ദർഭത്തിലാണ് പാകിസ്ഥാൻ ബോധപൂർവം ഈ ഭീകരരെ അതിർത്തി കടത്തി പഹൽഗാം എന്ന് പറയുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം സന്ദർശിക്കാൻ പോയ 26 ആളുകളെ കൊന്നൊടുക്കിയത്. അതുണ്ടാക്കിയ ആഘാതം ചില്ലറയല്ല. പൊടുന്നനവെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു ആഘാതം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരുക്കങ്ങൾ സ്വാഭാവികമായി എടുത്തിരുന്നില്ല എന്നത് ഒരു പരമമായ സത്യമാണ്. എന്നാൽ ഇത് ഈ തരത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോൾ ഇന്ത്യ ശക്തമായ പ്രതിരോധ നടപടികൾ എടുക്കുന്നതിന് മുതിർന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ 4 ദിവസങ്ങൾ നീണ്ടുനിന്ന ഒരു പോരാട്ടം, യുദ്ധമെന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം ഇതൊരു ഏറ്റുമുട്ടൽ എന്ന പദം ഉപയോഗിച്ചാണ് ഇതിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഏറ്റുമുട്ടലിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തുടർന്നും ഒട്ടും ആശാസ്യകരമല്ലാത്ത രീതിയിൽ പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേറ്റ് ഇന്ത്യയുടെ സകല ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കി എന്നാണ് ഒടുവിൽ മനസ്സിലാകുന്നതും അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനം ഏത് വിധേനയും അവസാനിപ്പിക്കണമെന്നുള്ള ദൃഢനിശ്ചയമാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് എന്ന കാര്യം ലോകരാഷ്ട്രങ്ങളെ അറിയിക്കാൻ കൂടി ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 10-30ഓളം രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനായി ഇന്ത്യയുടെ പ്രതിനിധികൾ, പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികൾ പ്രതിനിധികൾ പല രാജ്യങ്ങളും ഇപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ അവിടെ ചെന്ന് പറയുന്നത് ഇന്ത്യ ഒരിക്കലും യുദ്ധത്തിന് ആഗ്രഹിക്കുന്ന രാജ്യമല്ല, സമാധാനമാണ് ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇന്ത്യയിലേക്ക് കടന്ന് ആക്രമിക്കാൻ ഭീകരവാദികൾ ശ്രമിച്ചാൽ ഭീകരവാദത്തെ ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കുകയില്ല എന്ന ഒരു ദൃഢനിശ്ചയമുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനുമായി ഒരു യുദ്ധത്തിനോ ഏറ്റുമുട്ടലിനോ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഏത് രാജ്യമാണെങ്കിലും അതിനെതിരെ ചെറുത്തു നിന്ന് അതിനെ പരാജയപ്പെടുത്തും എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഗവൺമെന്റ് അയക്കുന്ന പ്രതിനിധി സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യം മുതൽ തന്നെ ഈ പ്രതിരോധത്തിന് പൂർണ്ണമായ പിന്തുണ യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ ഇന്ത്യ ഗവൺമെന്റിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ നടപടികളെയും ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷികൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ മുന്നണിയിലുള്ള മറ്റു കക്ഷികളും സർവാത്മന പിന്തുണച്ചു. ഒരു കാരണവശാലും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും പോറലേൽപ്പിക്കുന്ന നടപടികളെ പ്രോത്സാഹിപ്പിക്കുകയില്ല, പരാജയപ്പെടുത്തണം എന്ന് തന്നെയുള്ള വ്രതത്തോടു കൂടിയാണ് അവർ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരിക്കുന്ന CDS ആയിരിക്കുന്ന അനിൽ ജവാൻ ഇപ്പോൾ സിംഗപ്പൂരിലൊരു അന്തർദേശീയ മാധ്യമത്തോട് പറഞ്ഞത്, ഇന്ത്യക്കുണ്ടായ നഷ്ടത്തെ സംബന്ധിച്ച് അല്ല നമ്മൾ ആലോചിക്കേണ്ടത്, ആ നഷ്ടം എങ്ങനെ ഉണ്ടായി എന്ന് മാത്രമേ ഇനി ആലോചിക്കുന്നതിൽ അർത്ഥമുള്ളൂ. അപ്പോൾ അദ്ദേഹത്തോട് മാധ്യമ പ്രതിനിധികൾ ചോദിച്ചപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് എന്ത് നഷ്ടമുണ്ടായി? പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പോലെ 4 ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു, അതിൽ റഫാൽ പോലെയുള്ള ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള വിമാനമുണ്ട്, അതെന്താണ് വെളിപ്പെടുത്താത്തത് എന്ന മട്ടിൽ വിദേശ മാധ്യമ പ്രതിനിധികൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അത് പച്ചയായി നിഷേധിക്കാൻ ശ്രമിച്ചില്ല. അങ്ങനെ നിഷേധിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തും കാര്യമായ നഷ്ടമുണ്ടായി എന്ന നിഗമനത്തിലാണ് പലരും എത്തി നിൽക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഗവൺമെന്റ് വ്യക്തമാക്കണം എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ മധ്യസ്ഥനായി അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് യുദ്ധം അവസാനിക്കാൻ അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ അവസാനിക്കാൻ കഴിഞ്ഞത്.
ഒരു ഒരു വ്യാപാര യുദ്ധം ഈ ട്രംപ് പ്രയോഗിച്ചതിന്റെ ഫലമായി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയതിന്റെ ഫലമായി ഇന്ത്യയുമായും പാകിസ്ഥാനുമായുള്ള വ്യാപാരമെല്ലാം നിർത്തലാക്കുമെന്ന് ഇന്ത്യയെയും പാകിസ്ഥാനെയും ഭയപ്പെടുത്തിയത് കൊണ്ടാണ് ഇവർ രണ്ടുപേരും ഈ ഏറ്റുമുട്ടലിൽ നിന്ന് പിന്മാറിയത് എന്ന അവകാശവാദം അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യ ഗവൺമെന്റ് പറയുന്ന ഒരു കാരണവശാലും അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല. ഇത് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് വെടിനിർത്തലിലേക്ക് പോയത്. അത് ഉഭയകക്ഷി ധാരണ മാത്രമാണ്. അതുകൊണ്ടാണ് 4 ദിവസം കൊണ്ട് ഈ ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചത്. ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഈ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തുകയും അത് വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇതുപോലെ ഒരു വെടിനിർത്തൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് വന്നത്. അങ്ങനെയാണ് ഇത് ഒത്തുതീർപ്പിലായത് എന്നാണ് ഇന്ത്യ ആവർത്തിച്ച് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള നടപടികൾ വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്തെല്ലാം ആക്രമണങ്ങളാണ് നടത്തിയത്, അവരവകാശപ്പെടുന്ന പോലെ എത്ര വിമാനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു, എത്ര ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായി വെളിപ്പെടുത്തണം. മറച്ചുവെക്കാതെ ഒരു പ്രത്യേകമായ പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടി പാർലമെന്റിലെങ്കിലും ഇതിനെക്കുറിച്ച് പറയണം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി പ്രധാനമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് ഇതിന്റെ വിശദീകരണം നൽകണം. അല്ലാതെ ഇന്ത്യക്ക് പുറത്തു പോയി ഈ പറയുന്ന ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഈ തരത്തിൽ ഇങ്ങനെ ഒരു ഒളിഞ്ഞ പ്രസ്താവനകൾ നടത്താതെ കാര്യങ്ങൾ വ്യക്തമാക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന്മേൽ എന്ത് തീരുമാനമാണ് അന്തിമമായി ഉണ്ടാകാൻ പോകുന്നത്? സ്വാഭാവികമായി CDS വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഇന്ത്യ ഗവൺമെന്റിന് അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായി, കുറെ നഷ്ടങ്ങൾ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ അളവും വ്യാപ്തിയും ഒക്കെ വെളിപ്പെടുത്തേണ്ടത് ഉത്തരവാദപ്പെട്ട ഈ പറയുന്ന ആക്രമണത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏറ്റുമുട്ടലിനോ നേതൃത്വം കൊടുത്തതായിട്ടുള്ള അല്ലെങ്കിൽ സിന്ദൂർ ഓപ്പറേഷനെ മുന്നണിയിൽ നിന്ന് നയിച്ചതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഗവൺമെന്റ് പ്രതികളും പറയേണ്ടതായിട്ടുണ്ട്. എക്കാലവും ഇങ്ങനെ പറയുമ്പോഴും ഇന്ത്യയുടെ അഖണ്ഡതയും ഐക്യവും കാത്തു സൂക്ഷിക്കണം. അതിനായി ഏത് പ്രതിരോധ നടപടികളും എടുക്കേണ്ടത് ആവശ്യമാണ് എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷ മുന്നണികൾ നിൽക്കുന്നത്. അതിനകത്ത് രാഷ്ട്രീയ കക്ഷികളുടെ ഭിന്നതയോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരു വിഭാഗീയതയും ആ കാര്യത്തിൽ പാടില്ല എന്ന കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തുണ്ടായ നഷ്ടങ്ങളെ സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. കൂടുതൽ ഇത്തരം സന്ദർഭങ്ങളിൽ ശക്തിയായി പ്രതിരോധിക്കുന്നതിന് അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ കൂടെ പഠിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണിയിലുള്ള പ്രധാനപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതുപോലെ തന്നെ മറ്റ് കക്ഷികൾക്കും ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുസമൂഹവും അതുപോലെ മാധ്യമങ്ങളും പ്രതീക്ഷിക്കുന്നത്.